അഡ്വക്കേറ്റ് എൽ ജി ലിജീഷ്, ഇപ്പോൾ മുഹമ്മദ് ഖാസിം സൂചിപ്പിച്ചതുപോലെ പ്രതികളെ മറച്ചുപിടിച്ച് രക്ഷിക്കാനാണോ പോലീസിന്റെ ശ്രമം? ഈ കേസിൽ ഇപ്പോൾ കുറ്റാരോപിതനായിരിക്കുന്ന ഒരു അധ്യാപകനുണ്ടല്ലോ, റിബേഷ്. ആ റിബേഷ് വടകര ആറങ്ങോട് MLP സ്കൂൾ അധ്യാപകനാണ്. ഈ വ്യാജ സ്ക്രീൻഷോട്ട് ഉയർത്തി സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ച് അതിൻ്റെ പേരിൽ രാഷ്ട്രീയ വോട്ടുണ്ടാക്കാൻ ശ്രമിച്ചയാൾ വടകര DYFIയുടെ ഭാരവാഹിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് പോലീസ് ഇയാൾക്കെതിരെ നടപടിയെടുക്കാത്തത് ലിജീഷ്? അല്ല, ഇതിനകത്ത് കേൾക്കുന്നുണ്ടോ ഡോക്ടർ അരുൺകുമാർ? ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ പോലീസ് അന്തിമ റിപ്പോർട്ട് ഫയൽ ചെയ്ത പോലെയാണ് നിങ്ങൾ ഈ ചാനൽ ചർച്ചയിൽ കാര്യങ്ങൾ പറയുന്നത്. പോലീസ് ഇതിൻ്റെ ഫൈൻഡിങ്സിലേക്കോ പ്രതി ആരെന്നോ എന്ന കാര്യത്തിലേക്കോ ഒന്നും എത്തിയിട്ടില്ല. പോലീസ് അന്വേഷണം നടത്തുകയാണ്. ഫോറൻസിക് പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പൂർത്തിയാവേണ്ടതുണ്ട്. അതിനുശേഷമാണ് ഇതിനകത്ത് ആരാണ് ഇത് വ്യാജ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതെന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അത് ആ നിലയ്ക്ക് പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി പോവുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് ഈ വിഷയം ഉണ്ടായ ആ സമയത്ത് തന്നെ വടകരയിലെ LDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് പരാതി കൊടുത്തത്. ഞങ്ങൾക്ക് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിനകത്ത് ആളുകളെ മുഹമ്മദ് ഖാസിമാണ് ഈ വിഷയത്തിൽ ഒരു ഗൂഢാലോചനയുണ്ടെന്നും താൻ നിരപരാധിയാണെന്നും ചൂണ്ടിക്കാട്ടി പോലീസിനെ സമീപിക്കുന്നത്. പോലീസിൽ നിന്ന് കാര്യമായ നീക്കമുണ്ടാകാത്തപ്പോഴാണ് കോടതിയെ സമീപിക്കുന്നത്. ഒടുവിൽ പോലീസ് ആദ്യഘട്ടത്തിൽ ഈ അന്വേഷണത്തിൽ എങ്ങനെയാ പ്രവർത്തിച്ചെന്ന് താങ്കൾക്കറിയാമല്ലോ. കോടതി കേസ് ഡയറി ഹാജരാക്കാൻ ആവശ്യപ്പെട്ടപ്പോഴല്ലേ ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നത്? എൽ ജി ലിജീഷ്, അങ്ങനെയല്ല. ഈ വിഷയം വന്ന ഉടനെ തന്നെ പരാതി കൊടുത്തത് വടകര LDF നേതൃത്വമാണ്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയാണ്. ഇത് വ്യാപകമായി ഇത്തരത്തിൽ വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം ഏറ്റെടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത്. നിരവധി പേരെ അവർ ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ പോലീസിന് അന്വേഷണത്തിലേക്കൊന്നും നമ്മൾ കടക്കേണ്ടതില്ല. അവർ സ്വതന്ത്രമായി അന്വേഷിക്കുകയാണ്. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി അതിനുശേഷമാണ് ഇപ്പോൾ ഈ പറയുന്ന തിരുവള്ളൂരിലെ മുസ്ലിം ലീഗിൻ്റെ യൂത്ത് വിങ്ങിൻ്റെ സെക്രട്ടറി മറ്റോ കൊടുത്തൊരു പരാതി ഇതിൻ്റെ കണക്ട് ചെയ്ത് അന്വേഷണം നടക്കുന്നുണ്ട്. അല്ലാതെ ഇവരല്ല ആദ്യം പരാതി കൊടുക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പരാതി കൊടുത്തത് എന്തിനാണ്? നിങ്ങൾ പരാതി കൊടുത്തത് യൂത്ത് ലീഗ് നെടുമ്പ്രമണ്ണ എന്ന പേരിൽ പ്രചരിച്ച ഈ സ്ക്രീൻഷോട്ട് മുഹമ്മദ് ഖാസിമിന്റെ ആണ് എന്ന നിഗമനത്തിലാണ് നിങ്ങൾ കേസ് കൊടുക്കുന്നത്. പക്ഷേ അത് മുഹമ്മദ് ഖാസിമിന് ഇതുമായി ഒരു ബന്ധവുമില്ല എന്നത് പിന്നീട് തെളിയുന്നു. അപ്പോൾ അന്വേഷണം മന്ദഗതിയിലാവുന്നു. ആരാണ് ഈ സ്ക്രീൻഷോട്ടിന്റെ പകർപ്പുകൾ എടുത്തത്? MLA ലതിക അടക്കമുള്ളവരുടെ സ്ക്രീൻഷോട്ടുകൾ പ്രചരിപ്പിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയിരിക്കുന്ന കണക്ക് പ്രകാരം, അവിടെയാണ് ഞാൻ പറഞ്ഞത്, DYFIയുടെ വടകര ബ്ലോക്കിലെ സെക്രട്ടറി റിബീഷ് ഒരു അധ്യാപകൻ കൂടിയാണ്. ആ റിബീഷിന്റെ കയ്യിലേക്ക് റെഡ് എൻകൗണ്ടേഴ്സ് എന്ന് പറയുന്ന സംഘടനയിൽ റിബീഷ് രാമകൃഷ്ണന്റെ കയ്യിൽ ഇത് എവിടെ നിന്ന് എത്തി എന്നൊരു ചോദ്യമുണ്ടല്ലോ. ഒറ്റ ചോദ്യമേ ഉള്ളൂ എനിക്ക്, LG ലിജീഷ്. ഈ റിബീഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്നയാൾ റെഡ് എൻകൗണ്ടേഴ്സിൻ്റെ ഗ്രൂപ്പിൽ ഈ വ്യാജ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ റിബേഷ് രാമകൃഷ്ണൻ എവിടെന്നെങ്കിലും കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ആ സോഴ്സ് എന്തുകൊണ്ടാണ് റിബേഷ് രാമകൃഷ്ണൻ പറയാത്തത്? അദ്ദേഹം ഒരു അധ്യാപകനല്ലേ, സമൂഹത്തോട് മിനിമം കമ്മിറ്റഡ് അല്ലേ? അതെ, ഇത് വ്യാപകമായി പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഗ്രൂപ്പിലേക്ക് ഇത് പ്രചരിപ്പിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നു എന്ന രൂപത്തിലുള്ള ഞാൻ പറയട്ടെ ഡോക്ടർ അരുൺകുമാർ, ഏത് സോഴ്സിൽ നിന്നാണെന്ന് ഞാൻ ചോദിച്ചുള്ളൂ. അല്ല, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണങ്ങളും നടക്കുകയാണ്. ഞാനതാണ് പറയുന്നത്. നിങ്ങളിപ്പോൾ റിബേഷ് മാഷ കുറ്റവാളിയായി പ്രഖ്യാപിക്കുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? ഇപ്പൊ പോലീസ് അന്വേഷണം നടക്കുകയല്ലേ? കേരളത്തിലെ പോലീസ് അന്വേഷണം നടത്തുകയാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഹൈക്കോടതി ചോദ്യങ്ങൾ ചോദിച്ച സമയത്ത് അതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഹാജരാക്കി. ഇപ്പൊ ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ നടക്കുന്നു.
കുറ്റവാളികളെ 100 ദിവസമാകുന്നു എൽ ജി ലിജീഷ്. ഏപ്രിൽ 25-ാം തീയതി നടന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് നമ്മൾ ഓഗസ്റ്റ് മാസം 14-ാം തീയതി ഇരുന്ന് ഫോറൻസിക് അന്വേഷണം നടക്കുന്നുവെന്ന് ലാഘവത്തോടുകൂടി പറയുന്നത്. അത് നടക്കട്ടെ. പക്ഷേ എൽ ജി ലിജീഷ്, എന്റെ ചോദ്യം ഇതാണ്: റിബേഷ് രാമകൃഷ്ണനെ കുറ്റവാളിയാക്കാനോ ഏതെങ്കിലും തരത്തിലൊരു സമാന്തര കോടതിയുടെ വിധി പ്രഖ്യാപിക്കാനോ ഞാനാളല്ല. എന്റെ ചോദ്യം വളരെ ലളിതമാണ്. അഡ്വക്കേറ്റ് എൽ ജി ലിജീഷ്, ഈ അന്വേഷണ റിപ്പോർട്ട് താങ്കൾക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ അന്വേഷണ റിപ്പോർട്ടിൽ ഈ റെഡ് എൻകൗണ്ടേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലേക്ക് ശ്രീ എൽ ജി ലിജീഷ്, അങ്ങനെ ചോദ്യം ഒന്ന് കേൾക്കൂ എൽ ജി ലിജീഷ്, അങ്ങനെ ചോദ്യം ഒന്ന് കേൾക്കൂ എൽ ജി ലിജീഷ്, അഡ്വക്കേറ്റ് എൽ ജി ലിജീഷ്, എന്റെ ചോദ്യം അങ്ങൊന്ന് കേൾക്കൂ. ഞാൻ അതിലേക്ക് വരാം. താങ്കൾക്ക് അതിനെയൊക്കെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാം. എന്റെ ചോദ്യം അങ്ങൊന്ന് കേൾക്കൂ. വളരെ സ്പെസിഫിക് ആയ ഒരു ചോദ്യമല്ലേ? ഈ കേസിന്റെ അന്വേഷണ റിപ്പോർട്ട് താങ്കൾ വായിച്ചിട്ടുണ്ടാകുമല്ലോ. ഈ പോസ്റ്റ് ആദ്യം ഷെയർ ചെയ്ത് വരുന്ന ഗ്രൂപ്പ് മുതൽ, അതായത് അമ്പാടിമുക്ക് സഖാക്കൾ തുടങ്ങി ആ സ്ക്രീൻഷോട്ട് 2:34 അവിടെ എത്തുന്നു. അതിനു മുമ്പ് അത് ഷെയർ ചെയ്തിരിക്കുന്നത് അമൽറാം എന്ന് പറയുന്നയാൾ റെഡ് ബറ്റാലിയനിലാണ്. അയാളോട് ചോദിക്കുമ്പോൾ അയാൾ പറയുന്നത് അത് റെഡ് എൻകൗണ്ടേഴ്സിലുള്ളതാണ്. അപ്പോൾ ആദ്യം അമ്പാടിമുക്ക് സഖാക്കളിലേക്ക് ആ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുന്നു മനീഷ് മനോഹരനോട് ചോദിച്ചു, ഇതെവിടെ നിന്നാണ് താങ്കൾക്ക് കിട്ടിയത്? അപ്പോൾ മനീഷ് മനോഹരൻ പറഞ്ഞു, ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, ഇത് കിട്ടിയത് റെഡ് ബറ്റാലിയനിൽ നിന്നാണ്. ശരി, റെഡ് ബറ്റാലിയനിലെ പോലീസ് അന്വേഷണം പോയി അമൽറാമിനെ തേടി. അമൽറാം പറഞ്ഞു, എനിക്ക് 2:13 ഇത് മറ്റൊരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടുന്നത്. ഏതാണ് ആ ഗ്രൂപ്പ്? റെഡ് എൻകൗണ്ടേഴ്സ്. ആ റെഡ് എൻകൗണ്ടേഴ്സ് എന്ന ഗ്രൂപ്പിൽ ഇതേപോലെ പോസ്റ്റ് ചെയ്തിരിക്കുന്നയാളാണ് റിബേഷ് രാമകൃഷ്ണൻ. അപ്പോൾ റിബേഷ് രാമകൃഷ്ണനോട് സ്വാഭാവികമായ ചോദ്യമുണ്ട്, എവിടെ നിന്നാണ് റിബേഷ് രാമകൃഷ്ണൻ ഇത് കിട്ടിയത്? അത് റിബേഷ് രാമകൃഷ്ണൻ പറയാൻ തയ്യാറല്ല. എന്തുകൊണ്ട്? ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ് ഡോക്ടർ അരുൺകുമാർ, ഇത് വളരെ തന്ത്രപരമായിട്ടാണ് വർഗീയ സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള ഫേക്ക് സംവിധാനങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. ഇത് വ്യാപകമായി എന്നിട്ട് പ്രചരിപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പ്രചരണം വന്ന സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ട് റിബേഷ് മാഷ് ഇതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നത്. ആ പോസ്റ്റിനടിയിൽ വളരെ കൃത്യമായി അത് പറയുകയും ചെയ്യുന്നുണ്ട്. മുസ്ലിം ലീഗിന്റെ ഇന്ന സംവിധാനത്തിനകത്ത് ഇവർ ഇത് പ്രചരണം നടത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ റിബേഷ് രാമകൃഷ്ണന് കിട്ടിയ സോഴ്സ് എൽ ജി ലിജേഷിന് പറയാൻ കഴിയുന്നില്ലല്ലോ. റിബേഷ് രാമകൃഷ്ണൻ പറയാത്തത് എന്താണ്? അല്ല, എനിക്ക് പറയാൻ കഴിയില്ല റിബേഷിന്റെ എവിടെ നിന്ന് കിട്ടിയെന്നല്ല. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണം എന്ന് ആവശ്യപ്പെട്ടത് LDF ആണ്. സമ്മതിച്ചു, അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഇതൊക്കെ അന്വേഷണം നടത്തട്ടെ, ഇതിനെ നിങ്ങൾ രാഷ്ട്രീയമായി പ്രതിരോധിച്ചു. എന്റെ ഒറ്റ ചോദ്യം, നിങ്ങളുടെ വടകരയിലെ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി റിബേഷ് എന്തുകൊണ്ടാണ് പറയാത്തത്? അതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടക്കുകയാണ്. പോലീസിന്റെ അന്വേഷണത്തിൽ റിബേഷ് മറുപടി പറഞ്ഞില്ല. എന്തൊക്കെയാണോ പോലീസ് എന്തൊക്കെയാണോ ചോദിച്ചത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷണത്തിൽ വരട്ടെ, ഫോറൻസിക് പരിശോധനകൾ നടക്കട്ടെ, യഥാർത്ഥ പ്രതിയെ പുറത്തു കൊണ്ടുവരട്ടെ. ഞങ്ങൾ കൊടുത്ത പരാതിയിലാണ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു, തെരഞ്ഞെടുപ്പിനകത്ത് ഇതുപോലെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി വോട്ട് പിടിക്കേണ്ട ഒരു തരത്തിലുള്ള ഗതികേടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇതെല്ലാം പയറ്റാറുള്ളത് ഈ പോസ്റ്റിന്റെ പ്രഭവ കേന്ദ്രം എന്ന് നമ്മൾ പറയുന്ന റെഡ് എൻകൗണ്ടേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ റിബേഷ് രാമകൃഷ്ണൻ എന്ന വടകരയിലെ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി ഈ പോസ്റ്റ് ഇടുമ്പോൾ അയാൾക്കത് എവിടെ നിന്ന് കിട്ടി? റിബേഷ് രാമകൃഷ്ണൻ എന്ന അധ്യാപകൻ ആ പോസ്റ്റ് എവിടെ നിന്ന് കിട്ടി എന്ന് പറയാനുള്ള ബാധ്യത റിബേഷ് രാമകൃഷ്ണൻ ഉണ്ടോ ഇല്ലയോ? അതങ്ങ് പറയൂ. അല്ല, അത് സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനോട് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം. യാതൊരു തരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ട ബാറിങ്ങും ഞങ്ങളെ ഭാഗത്തുനിന്നില്ല. അത് സംബന്ധിച്ച് അന്വേഷണം ആരെയും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സംരക്ഷിക്കില്ല. അങ്ങനെ ഒരു പാരമ്പര്യം ഞങ്ങൾക്കില്ല. ആളാണെന്ന് ഇതിന്റെ ചർച്ചകൾ പോലീസാണ് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. കേരളത്തിലെ പോലീസാണ് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. പോലീസ് അന്വേഷിക്കട്ടെ, വിവരങ്ങൾ പുറത്തു വരട്ടെ, നടക്കട്ടെ. പക്ഷേ താങ്കൾ പോലും സമ്മതിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ റിബേഷ് രാമകൃഷ്ണനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ഈ കാര്യങ്ങൾ പോലീസിനോട് വിശദീകരിക്കണമെന്നിരിക്കെ അത് വിശദീകരിക്കാത്ത റിബേഷ് രാമകൃഷ്ണനെ ഡിവൈഎഫ്ഐയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഇല്ലല്ല, ഡിവൈഎഫ്ഐയിൽ നിന്ന് മാറ്റി നിർത്തേണ്ട സാഹചര്യം ഒന്നും ഇപ്പോൾ ഇല്ല.
അതുമായി ബന്ധം അതാ ഞാൻ പറഞ്ഞത് അതെന്താ നിങ്ങൾ ഏർപ്പാടാണ് എങ്ങനെയാണ് ലിജീഷ്? ഫൈൻഡിങ്സിൽ എത്തുന്നതെന്ന്. അതെന്താ ഈ ഏർപ്പാടാണ് പറയുന്ന ലിജീഷ്? fake ID കൾ പോലീസിനോട് ഈ fake കുറ്റം പ്രചരണം സമ്മതിക്കുന്നില്ല. നടത്തുകയും ഞാനതാണ് പറഞ്ഞത്. ആ ഈ സോഴ്സ് ചോദ്യത്തിന് എവിടെ ഉത്തരമാണ് ഞാൻ നിന്നാണ് പറയുന്നത്. എന്നത് വ്യക്തമാക്കുന്നില്ല. ഇത്തരത്തിലുള്ള തെറ്റായ അദ്ദേഹത്തിന്റെ പ്രചരണങ്ങൾ ഫോൺ ഇപ്പോൾ നടത്തുന്നത് പോലീസ് പിടിച്ച് ഫോറൻസിക് പരിശോധനയ്ക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ നിങ്ങളുടെ സംഘടനയിൽ ഇത് വിളിച്ചു ചോദിച്ചൂടെ? റിബേഷ് ഇത് എവിടുന്നാ കിട്ടിയത്? ആ സോഴ്സ് താങ്കൾ വെളിപ്പെടുത്താൻ താങ്കൾക്ക് ബാധ്യതയുണ്ട്. ഇടതുപക്ഷത്തെ മുഴുവൻ നിഴലിൽ നിർത്തുന്നു. ഈ ചോദ്യം ചോദിക്കാനുള്ള ബാധ്യത നിങ്ങൾക്കില്ലേ സർ? അല്ല, അതാണ് ഞാൻ പറയുന്നത് ഡോക്ടർ അരുൺകുമാർ. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ അന്വേഷണം നടത്തണമെന്ന് പരാതി കൊടുത്തത് ഞങ്ങളാണ് സാർ. അത് നിങ്ങളെന്താ കാണാത്തത്? ആ പരാതിയുടെ ഫലമാണ് സാർ 100 ദിവസമായിട്ടും ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന വേഴാമ്പലായി മാറുന്ന കാഴ്ച കാണുന്നത് സാർ. ആദ്യം എന്തൊരു സ്പീഡായിരുന്നു അറിയാമോ ലിജീഷ്? ഞങ്ങൾക്ക് പാരമ്പര്യമില്ല. നോക്കൂ ലിജീഷ്, ഈ മുഹമ്മദ് ഖാസിമിന്റെ പേരിൽ ഈ പരാതി വരുമ്പോൾ എന്തൊരു സ്പീഡായിരുന്നു എന്നറിയാമോ? ആ സ്പീഡ് ഇപ്പോൾ കാണാനില്ല. ഇത് ഇടതുപക്ഷത്തെ സൈബർ കേന്ദ്രങ്ങളിലേക്ക് അന്വേഷണം പോകുമ്പോൾ അതിന്റെ വേഗത കുറയുന്നു. 100 ദിവസമായ ഒരു അന്വേഷണം. ഒരു മൊബൈൽ ഫോണിൽ ഇതേത് സ്ക്രീൻഷോട്ട് ആരുടെ എവിടെ നിന്ന് കണ്ടെത്തിയെന്ന് ഫോറൻസിക് പരിശോധന നടത്താൻ 100 ദിവസം വേണോ സാർ? ഡോക്ടർ അരുൺകുമാർ, ഇതിന് സമയപരിധിയും നമ്മൾ നിശ്ചയിക്കേണ്ടത്. ഇത് കൃത്യമായ പ്രതിയിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇതിന്റെ വിഷയം. ശരി, ആയിക്കോട്ടെ. Debate with Arun Kumar.